ഹലോ ഗൈസ്, ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വാർലി പെയിൻറ്റിംഗ് ആണ്, ട്രഡീഷണൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലൊരു 10 ലൈൻസ് നിങ്ങൾ വരഞ്ഞു കൊടുക്കുക കേട്ടോ. അതുപോലെ വരഞ്ഞു കൊടുക്കുക. ഏകദേശം ഒരു സെയിം ഡിസ്റ്റൻസ് തന്നെ വരഞ്ഞാൽ മതി. അപ്പോൾ വാർലി പെയിൻറ്റിങ്ങിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ പെയിൻറ്റ്, പിന്നെ ഒരു വാട്ടർ, അതുപോലെ ഒരു ബ്രഷ്, തിന്ന ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പാലറ്റ് വേണം. അതായത് കണ്ടില്ലേ, റെഡ് കളർ പെയിൻ്റൊക്കെ പിടിച്ചിരിക്കുന്നത്. ഞാനത് വാഷ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ എപ്പോഴും പാലറ്റ് വാഷൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു ക്ലോത്തും വേണം കേട്ടോ. അത് നമുക്ക് ബ്രഷ് ഇടയ്ക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വാർലി പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബോർഡേഴ്സാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് ഇതൊക്കെ പഠിച്ചിട്ടില്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൈയൊക്കെ ഒന്ന് ഫ്ലുവൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ. അതുപോലെ ഇതിൻ്റെ കുറച്ച് ഫസ്റ്റ് തന്നെ ബോർഡേഴ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വാർലി പെയിൻറ്റിങ്ങിൻ്റെ ബോർഡേഴ്സ് നമുക്ക് പഠിക്കാം. വാർലി പെയിൻറ്റിംഗ് എന്ന് കേട്ടിട്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വളരെ ഈസിയാണ്. ഭയങ്കര സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ആണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ചുമരെഴുത്ത് എന്നൊക്കെ കാണുന്നില്ലേ. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചുമരിലൊക്കെ വരച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ആൾരൂപങ്ങൾ പോലെയും ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആൾരൂപങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ വാർലി പെയിൻറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ബോർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ബോർഡർ ഡിസൈനിങ് ഞാൻ കുറച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ സിഗ്സാഗായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കുഞ്ഞു ട്രയാങ്കിൾ വരച്ച് ഫില്ല് ചെയ്യുക. അതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ വരച്ചിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക. നമുക്ക് ഇത് ഫുള്ള് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഒരു കളർ ഉണ്ടാവില്ലേ, അതായത് ബ്രൗൺ കളർ, മണ്ണിൻ്റെ ഒക്കെ കളർ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ വൈറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്യുമ്പോഴാണ് വളരെ അട്രാക്റ്റീവായിട്ട് ഉണ്ടാവുക. അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞുതരും. ഇപ്പം ജസ്റ്റ് ബോർഡേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് അതുപോലെ ബോർഡർ ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതുപോലെ വേറൊരു ഡിസൈൻ ഞാനിത് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ സണ്ണൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഡിസൈനാണ്. ഇതും നമുക്ക് ബോർഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. ഇതുപോലെ ഒരു റൗണ്ട് വരയ്ക്കുക, സെൻറ്ററിൽ കുഞ്ഞ് റൗണ്ട് വരച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഞാനിത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ട്രഡീഷണൽ പെയിൻറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ട്രഡീഷണൽ പെയിൻറ്റിങ് ഞാൻ ഒരു 3 ടൈപ്പ് ഓഫ് ട്രഡീഷണൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് വാർലി പെയിൻറ്റിങ്, പിന്നെ മധുബനി പെയിൻറ്റിങ്, അതുപോലെ മ്യൂറൽ പെയിൻറ്റിങ്. മ്യൂറൽ പെയിൻറ്റിങ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒരുപാട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടൊക്കെ നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതും വാർലി പെയിൻറ്റിങ് അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസൈനും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ട്രയാങ്കിൾ വരച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം 2 ലൈൻസ് വരഞ്ഞു കൊടുക്കുക. ട്രയാങ്കിൾ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ട്രയാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം പുറകിൽ 2 ലൈൻസ് വരഞ്ഞു. ഇതുപോലെ ഈ ഒരു ലൈൻസ് ഫുള്ള് സെയിം മെത്തേഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ 4 സൈഡിലായിട്ടാണ് ബോർഡർ കൊടുക്കുക. നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ട് പേപ്പറിലൊക്കെ വരയില്ലേ, ഒരു പേപ്പറിന് ബോർഡർ കൊടുക്കുമ്പോൾ നമ്മൾ സ്കെയിൽ കൊണ്ട് 4 സൈഡും വരയും. അതുപോലെ തന്നെയാണ് ഇതും. വാർലി പെയിൻറ്റിങ്ങിന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ബോർഡർ കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ബോർഡേഴ്സ് ഇതുപോലെ പല ഡിസൈൻസിലും പഠിക്കാം. പുതിയ പുതിയ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഡിസൈന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഗ്യാപ്പിലുള്ള താഴെ ഭാഗത്ത് ഗ്യാപ്പിലായിട്ട് വീണ്ടും ഞാനൊരു സ്ക്വയർ വരച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ നമുക്ക് കിട്ടും. പിന്നെ വാർലി പെയിൻറ്റിങ്ങിനൊക്കെ ഓരോ കഥകളുണ്ടാവും പറയാൻ. അതായത് കൃഷിയെ പറ്റിയോ, അല്ലെങ്കിൽ ഒരു മാരേജ്, അല്ലെങ്കിൽ ഒരു ഉത്സവം, അങ്ങനത്തെയൊക്കെ തീമിലാണ് നമ്മൾ വാർലി പെയിൻറ്റിങ് ചെയ്യുക.
അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഈ ബോർഡേഴ്സ് ഒന്ന് പഠിക്കുക. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് വേറെ രീതിയിലും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ലീഫിൻ്റെ ഡിസൈനിലൊക്കെ നമുക്ക് ബോർഡർ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫുള്ള് ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്യാം. അല്ലാതെയും വേറെയും ഡിസൈൻ ഉണ്ട്. ലീഫിൽ തന്നെ വരുന്ന ഡിസൈൻസ് ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെയും ചെയ്യാം. നമുക്ക് ഈ സെയിം ഇത് തന്നെ, പക്ഷെങ്കിൽ അതിനകത്ത് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടെന്ന് മാത്രം. ഫില്ല് ചെയ്യുന്നില്ല. ഇനി വേറൊരു ബോർഡർ കാണിച്ചു തരാം. ലീഫിൽ തന്നെയാണ്. ഇതുപോലെ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. വിശദമായിട്ടുള്ള ക്ലാസ്സായിട്ട് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.